നമസ്കാരം. ബാലരാമപുരം കേസ്. ആ കേസിന്റെ ഡീറ്റെയിൽസ് കേട്ട എല്ലാ വ്യക്തികളും ഞെട്ടിപ്പോയിട്ടുണ്ടായിരിക്കും. കാരണം നമുക്കൊന്നും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. സഹോദരനും സഹോദരിയും തമ്മിൽ വഴിവിട്ട ബന്ധം. ഈ ലോകത്തെ ഏറ്റവും പവിത്രമായ ബോണ്ടുകളിൽ ഒരെണ്ണം, ബന്ധങ്ങളിൽ ഒരെണ്ണമായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ് ഈ സഹോദര ബന്ധം എന്ന് പറയുന്നത്. എന്നാൽ ആ ബന്ധത്തിന്റെ പോലും പവിത്രത നഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയിൽ പോലും ലൈംഗികത വരുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ ലോകം ഏത് ലെവലിലേക്കൊക്കെ പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇത്തരം ധാരാളം കേസുകൾ നമ്മൾ കേൾക്കേണ്ടി വരും. അങ്ങനൊരു ടൈം പീരീഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി ഇതൊക്കെ കൂടത്തേ ഉള്ളൂ, ഒരു കാരണവശാലും കുറയില്ല. അപ്പം സഹോദരിയുമായിട്ട് അടുപ്പത്തിലാകാൻ വേണ്ടി സഹോദരിയുടെ സ്നേഹം കുറഞ്ഞ സമയത്ത് സഹോദരിയുടെ കുഞ്ഞിനെ, അനന്തരവളെ വകവരുത്തുന്ന അമ്മാവൻ. ഇനി അവിടെ ഒരു കുഞ്ഞും കൂടി ഉണ്ട്, ഒരു പെൺകുട്ടിയും കൂടി വളർന്നു വരുന്നുണ്ട്. സ്വന്തം അനിയത്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാൻ പറ്റാത്ത പ്രായത്തിലാണ് ആ പെൺകുട്ടിയും ഉള്ളത്. ആ പെൺകുട്ടി വളർന്നു വരുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ ഭാവി എന്തുമായിരിക്കും? അമ്മാവനായിട്ടുള്ള ഹരികുമാറിനെയാണ് ഇപ്പം കസ്റ്റഡിയിൽ എടുത്തേക്കുന്നത്. പക്ഷെ അയാളെ കണ്ടിട്ട്, അയാൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇതിന്റെ പുറകിലുള്ള മാസ്റ്റർ ബ്രെയിൻ അയാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസുകാർ പറയുന്നത് പെട്ടെന്നുണ്ടായ എന്തോ ഒരു പ്രകോപനത്തിലാണ് അയാൾ ഇത് ചെയ്തതെന്നാണ് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യാനുള്ള ബുദ്ധിയൊന്നും അയാൾക്കില്ല. മാനസികമായിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അയാൾക്കുണ്ടെന്നാണ് പോലീസുകാർ പറയുന്നത്. ഇപ്പൊ അയാളെ മാനസിക ആരോഗ്യ വിദഗ്ധന്റെ ഒരു നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്ന്. അപ്പം മാനസികമായിട്ട് പ്രശ്നമുള്ള ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. ഇതിന്റെ പുറകിൽ മാസ്റ്റർ ബ്രെയിൻ ആരെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ആ കുഞ്ഞിന്റെ അമ്മയായിരിക്കും. കാരണം നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ കണ്ടതാണ്. ശ്രീതു എന്ന് പറയുന്ന ആ ഒരു അമ്മയെ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. അവർക്ക് യാതൊരു രീതിയിലുള്ള വിഷമവും ഇല്ല. അവരുടെ ഫേസിൽ ഒരു കൂസലും ഇല്ല. നൊന്ത് പ്രസവിച്ച സ്വന്തം മകൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നിട്ട് അതിൽ ഒരു തുള്ളി കണ്ണീര് പോലും പൊഴിക്കാത്ത ഒരു അമ്മ, അതിൽ യാതൊരു രീതിയിലുള്ള വിഷമവും കാണിക്കാത്ത ഒരു അമ്മ. അപ്പൊ ആ ഒരു സ്ത്രീയുടെ മനസ്സെന്താണ്? അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ആ സ്ത്രീക്ക് ഇതിനകത്ത് എന്തൊക്കെയോ പങ്കുണ്ടെന്നുള്ളത്. അത് മാത്രമല്ല, ചോദ്യം ചെയ്യുന്നതിനൊന്നും തന്നെ ആ സ്ത്രീ കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല. അമ്മ അവന് മാനസിക രോഗമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അമ്മ കൃത്യമായിട്ട് മറുപടി പറയാത്തത്? അവർ വഴിതിരിച്ചു വിടാൻ വേണ്ടി നോക്കുവാണ്. ഏതോ ഒരു ജോൾസിന്റെ പേരൊക്കെ പറയുന്നു. ജോൾസിൻ 35 ലക്ഷം രൂപ തട്ടി എന്ന് പറയുന്നു. അങ്ങനെ കേസിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടിപ്പോ പോലീസുകാർ പറയുന്നു അവർ തമ്മിലുള്ള ചാറ്റ് ഹിസ്റ്ററി ഒക്കെ തന്നെ ഡിലീറ്റ് ചെയ്തു. ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ചാറ്റ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തു. നമ്മുടെ നാട്ടിൽ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ചാറ്റ് ഹിസ്റ്ററി ഒക്കെ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് റിക്കവർ ചെയ്തെടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ പോലീസുകാർക്കില്ലേ? എന്തുകൊണ്ടാണ് റിക്കവർ ചെയ്തെടുക്കാത്തത്? ചാറ്റ് ഹിസ്റ്ററിയിൽ നിന്നാണ് അവർ തമ്മിൽ എന്തോ വഴിവിട്ട ബന്ധം ഉണ്ട് എന്നുള്ള സംശയം പോലീസുകാർക്ക് കിട്ടിയത്. ആ നാട്ടുകാരും പറയുന്നു. ആ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്, ഈ ശ്രീതു എന്ന് പറയുന്ന ഈ ഒരു അമ്മ അവർ ശരിയല്ല. അവർ പണ്ട് മുതലേ അവരുടെ സ്വഭാവം ഇങ്ങനെയായിരുന്നു. ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയിരുന്ന വ്യക്തിയാണ് ശ്രീതു എന്ന് പറയുന്നുണ്ട്. ഈ ശ്രീതു ഒക്കെ താമസിച്ചിരുന്ന ആ സ്ഥലത്തെ വാർഡ് മെമ്പർ തന്നെ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പക്ഷേ ഇതിലെല്ലാത്തിലും വന്നു നിൽക്കുന്നത് ശ്രീതുവിന്റെ ബ്രെയിൻ തന്നെയാണ്. കാരണം ശ്രീതുവിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ ശ്രീതു വിവാഹത്തിന് മുമ്പ് തന്നെ തട്ടിപ്പിന്റെ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. എന്ന് പറയുമ്പോൾ ശ്രീതു വിവാഹത്തിന് മുമ്പ് തന്നെ അവൾ ബന്ധത്തിൽപ്പെട്ട ഒരാളെ, ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു. ആ പ്രണയം മൂത്ത് നാട്ടുകാർക്ക് അറിയാവുന്ന തരത്തിലായിരുന്നു. പക്ഷേ ആ പ്രണയം പിന്നീട് ചീറ്റിപ്പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും, ഒരുപാട് ദിവസമല്ല, അതൊരു 10-15 ദിവസം കഴിയുമ്പോഴേക്കും അറിയുന്നത് ശ്രീതുവിന്റെ കയ്യിൽ പക്കലുണ്ടായിരുന്ന 6-7 പവനോളം വരുന്ന ആഭരണം ഈ പയ്യൻ തപ്പിക്കൊണ്ട് പോയി എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ പയ്യൻ അങ്ങനെ തപ്പിക്കൊണ്ട് പോകുന്ന ഒരാളല്ല. പക്ഷേ ഇവർ യഥാർത്ഥത്തിൽ അതങ്ങനെ ഉറച്ചു നിന്ന് ശ്രീതുവൊക്കെ നിന്നപ്പോൾ, ശ്രീതുവിന്റെ അമ്മയും കൂടെ ഉറച്ചു നിന്നപ്പോഴേക്കും ആ പയ്യന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്ന ആളായിരുന്നു. പിന്നെ ചായകൾ നടത്തി അയാൾ മഞ്ഞനായതുകൊണ്ട് ആ കാശൊക്കെ അതിൻ്റെ തിരിച്ചു കൊടുത്തുകൊണ്ട് വീട്ടിൽ തന്നു. പക്ഷേ അത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു, ആരിൽ നിന്ന് ഈ പയ്യൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. പക്ഷേ അവർ പറഞ്ഞു കൊടുത്തു എന്നാണ്. ഇതൊരു ഉദാഹരണമാണ്. അപ്പോൾ അന്നേ സാമ്പത്തിക രംഗങ്ങൾ പൈസ വരുത്തുന്നതിലൊക്കെ ശ്രീധുവിന് പ്രത്യേകമായ താല്പര്യം മാന്യമായി തന്നെ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഈ ശ്രീധുവിന് ജോലി കിട്ടി എന്നൊരു 2 വർഷത്തോളമായി ദേവസ്വം ബോർഡിൽ കിട്ടി. അത് ശ്രീധു തന്നെ ആളുകൾ പറഞ്ഞു, എനിക്ക് 1 ലക്ഷത്തിലേറെ ശമ്പളമുണ്ട്, എനിക്ക് ആളുകളെ എനിക്ക് വേണമെങ്കിൽ പോസ്റ്റിംഗ് കൊടുക്കാൻ കഴിയുന്ന സംവിധാനം എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, അതുകൊണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയും ശ്രീധുവിനോടൊപ്പം പഠിച്ചിരുന്ന ആളുകളിൽ നിന്ന് പോലും ഉച്ചക്കട ഭാഗത്തു നിന്നൊക്കെ വരുന്നവരിൽ നിന്ന് പൈസ വാങ്ങിയതായി ശ്രീധുവിൻ്റെ അമ്മ ഇപ്പോൾ ജോലി അംഗനവാടി മേഖലകളിൽ നിന്ന് ടീച്ചർമാരിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. ആരും രംഗത്ത് പറയുന്നത് ഈ സംഭവങ്ങളിൽ പ്രതിയായി പോകുമോ, നാണക്കേട്, പേടി, ഇതുകൊണ്ടാണ്. കരിയെ സംബന്ധിച്ചിടത്തോളം ABC എന്ന് എഴുതാൻ അറിയില്ലാത്തത് പഠിച്ചത്. പരീക്ഷയ്ക്ക് SLC പരീക്ഷയ്ക്ക് എഴുതുമ്പോഴേക്കും സഹായി ആളെ വെച്ചാണ് പരീക്ഷ എഴുതുന്നത്. അങ്ങനെയുള്ളൊരു കുട്ടിയാണ്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഒരു വിദ്യാർത്ഥിയെ ഉപദ്രവിക്കുന്ന ആളല്ല. ഇപ്പോൾ പക്ഷേ അവൻ്റെ രൂപത്തിലും ഭാവത്തിലും മാറ്റമുണ്ട്. ഈ കാണിച്ച വ്യക്തി പറയുന്നത് ഈ ഹരികുമാറിന്, ഈ ഹരിക്ക് പറയുന്നത്ര ബുദ്ധിയൊന്നും ഇല്ലെന്നാണ്. പറയുന്നത്ര ബുദ്ധി ഇല്ലാത്തൊരു വ്യക്തി ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാളെ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തതായിരിക്കാം.
ഒരുപക്ഷെ ശ്രീതു തന്നെ സ്വന്തം സഹോദരനെ ഉപയോഗിച്ചതായിരിക്കാം. അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സഹോദരനെ കൂടെ നിർത്തി. സഹോദരന് സഹോദരിയോട് വഴിവിട്ട ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഹോദരന് സഹോദരിയോട് ഇങ്ങനെ ഒരു താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സഹോദരിക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇതിന് മുമ്പ് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് അതിനൊരു താല്പര്യമില്ലായിരുന്നെന്നുണ്ടെങ്കിൽ അവരന്നേ ആ ബന്ധം പറഞ്ഞ് അവസാനിപ്പിച്ചേനെ, സഹോദരനെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയേനെ. പക്ഷേ ഈ ശ്രീതു തന്നെ അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സഹോദരനെ ഉപയോഗിച്ച്, അയാളെ മാനിപ്പുലേറ്റ് ചെയ്ത്, അയാളുടെ വീക്ക്നെസ്സുകളെയൊക്കെ തന്നെ ഉപയോഗിച്ച്, അയാൾ വലിയ രീതിയിലുള്ള ബുദ്ധിയുള്ള വ്യക്തി ആയിരുന്നില്ലെങ്കിൽ, അയാൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്, അക്ഷരം പോലും ശരിക്കും എഴുതാൻ അറിയത്തില്ലായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തിയെ ശ്രീതു ഉപയോഗിച്ചതാണെങ്കിലോ? എന്നിട്ട് അവസാനം ശ്രീതുവിന് വേണ്ടി ഒരുപക്ഷെ അയാൾ തന്നെ സ്വന്തമായിട്ട് കുറ്റം ഏറ്റെടുത്തതാണെങ്കിലോ? കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുമ്പിലൂടെയൊക്കെ പോയപ്പോൾ ഒരു പൊട്ടനെ പോലെ കരഞ്ഞു വിളിച്ച് കൂവിക്കൊണ്ട് അയാൾ പോകുന്നത് കണ്ടു, കരയുന്നത് കണ്ടു ഭയങ്കരമായിട്ട്. അയാൾ കരയുന്നത് കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ് അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വയമേ ചെയ്തതായിരിക്കില്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ അമ്മയെ ചോദ്യം ചെയ്യുന്നില്ല. നല്ല രീതിയിൽ ഒന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ വായിൽ നിന്ന് തന്നെ കേൾക്കും. ഒരമ്മയും നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഇങ്ങനൊരു കാര്യം വന്നു, ഇങ്ങനൊരു അവസ്ഥ വന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരമ്മയും ഈ രീതിയിൽ നിൽക്കില്ല. നമ്മുടെ നാട്ടിലുള്ള അമ്മമാർക്കറിയാം. അവിടെ അമ്മുമ്മ കടന്ന് കരയുന്നത് കണ്ടു, ഈ കുഞ്ഞിന്റെ ഇതില് അമ്മുമ്മ കടന്ന് കരയുന്നത് കണ്ടു. പക്ഷെ ഈ അമ്മയ്ക്ക് ഒരു കൂസലും ഇല്ലെന്നേ. അവരൊരു കൂസലും ഇല്ലാതെ പോലീസുകാരുടെ കൂടെ കയറിപ്പോകുന്നു, ഇറങ്ങി വരുന്നു. അങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുമോ ഒരു അമ്മയ്ക്ക്? എനിക്കതാണ് അറിയാത്തത്. സ്വന്തം ആങ്ങളയുടെ കൈ കൊണ്ട് സ്വന്തം കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു, പിന്നെ ആ ആങ്ങളെ ഡിഫെൻഡ് ചെയ്യില്ല. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മ തുറന്നു പറയും. പക്ഷെ ഇവിടെ ആ അമ്മ, അവളെ അമ്മയെന്നൊന്നും വിളിക്കാൻ പറ്റുന്നില്ല. ഇനി ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടല്ലോ, ആ പെൺകുട്ടി ദയവ് ചെയ്ത് ഇവളുടെ ഒന്നും കൂടെ വിടരുത്. ആ പെൺകുട്ടിയുടെ ഭാവിയും ഇല്ലാതെ ആയിപ്പോവും. ഇവളിങ്ങനെ ഒരു തട്ടിപ്പുകാരിയാണെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ കയ്യിൽ പണം വാങ്ങിക്കുന്നവളാണെന്നുണ്ടെങ്കിൽ, ഭാവിയിൽ ഈ പെൺകൊച്ചിനെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കാൻ വേണമെങ്കിലും അവർ നോക്കൂ. അങ്ങനെ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ. ഇവരുടെയൊക്കെ ചരിത്രം കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ ചരിത്രമൊന്നും പോലീസുകാർ അന്വേഷിക്കുന്നില്ല. പോലീസുകാർ അയാളെ മാത്രം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ മൊഴി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആദ്യം പറയുന്നു ഉൾവിളി വന്നതാണ് അത്രേ, പിന്നെ പറയുന്നു സഹോദരിക്ക് തന്നോടുള്ള സ്നേഹം കുറഞ്ഞപ്പോൾ ഈ കുഞ്ഞു കാരണമാണ് സ്നേഹം കുറഞ്ഞത് എന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. പിന്നെ പറയുന്നു എന്തോ ഒരു പ്രകോപനത്തിന്റെ പേരിലാണെന്ന് പറയുന്നു. അയാൾക്ക് ബുദ്ധിപരമായിട്ട് കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നില്ല, പക്ഷെ അയാൾക്ക് വലിയ പ്ലാൻ ഒന്നും ചെയ്യാൻ അറിയത്തില്ലെങ്കിലും. ഇനിയിപ്പോൾ അയാൾ ഗുളിക കഴിക്കുന്ന ആളാവും, ഇനി അയാൾ മാനസിക രോഗിയാകും, പിന്നെ ചികിത്സയിലിരിക്കുന്ന ആളാകും. അങ്ങനെ ഈ കേസ് അങ്ങ് ഒതുക്കി തീർക്കും. അത് ഈ ശ്രീധുവിന് നന്നായിട്ട് അറിയാം. പോലീസുകാർക്ക് തെളിവ് വേണമല്ലോ, തെളിവില്ലല്ലോ. ഇപ്പൊ ആൾക്കാർ പറയുന്നതിൽ നിന്ന് മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ, അന്വേഷണം നടത്താൻ വേണ്ടി പറ്റുന്നുള്ളൂ. ശ്രീധുവിനെ നന്നായിട്ടൊന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിന്റെ എല്ലാ കാര്യങ്ങളും കിട്ടും, ഉറപ്പാണ്. അവളാണ് ഇതിനെയൊക്കെ വഴിതിരിച്ചു വിടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരമ്മയും ഈ രീതിയിൽ പ്രതികരിക്കില്ല, ഒരമ്മയും ഈ രീതിയിൽ നിൽക്കില്ല സ്വന്തം കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ.